ഇറാനുമായുള്ള സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിൽ അതീവ അസംതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമൂസ് കടലിടുക്കിലെ സംഘർഷം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇറാനെതിരെ വീണ്ടും സൈനിക നീക്കം നടത്താനുള്ള ആലോചനയിലാണ് അമേരിക്ക. വൈറ്റ് ഹൌസിൽ വിളിച്ചു ചേർത്ത ഉന്നതതല യോഗം ആക്രമണം പുനരാരംഭിക്കുന്നതുൾപ്പെടെ എല്ലാ സാധ്യതയും ചർച്ച ചെയ്തെന്ന് US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാൻ തകർന്നിരിക്കെ ഒരു കരാറിനുള്ള സാധ്യത ഉറപ്പാക്കാൻ സമ്മർദ്ദം തുടരുമെന്നും ട്രംപ് പറഞ്ഞു. എന്നാൽ രാജ്യത്തിന് നേർക്കുള്ള ഏതൊരു നീക്കവും ശക്തമായി ചെറുക്കുമെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗിർ ഗാലിബാഫ് പറഞ്ഞു. ഹോർമൂസ് കടലിടുക്കിലെ എണ്ണ നീക്കം തടസ്സപ്പെട്ടതും ഇറാന്റെ സമാധാന നിർദ്ദേശങ്ങളുമാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത്. ചർച്ചകളിൽ ഇറാൻ സ്വീകരിക്കുന്ന നിലപാടുകൾ വിഡ്ഢിത്തമാണെന്ന് ട്രംപ് ആക്ഷേപിച്ചു. ഇറാനിൽ മിതവാദികളും ഭ്രാന്തന്മാരുമുണ്ട്. മിതവാദികൾക്ക് കരാറിൽ താൽപര്യമുണ്ടെങ്കിലും തീവ്രവാദികൾ അത് അട്ടിമറിക്കുകയാണ്. നേരത്തെ ധാരണയിലെത്തിയ കാര്യങ്ങളിൽ നിന്ന് അവർ പിന്മാറുന്നുവെന്നും ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇറാൻ തടസ്സപ്പെടുത്തിയിരിക്കുന്ന ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കാൻ അമേരിക്കൻ നാവികസേനയെ വീണ്ടും വിന്യസിക്കുന്നത് ട്രംപ് ഗൌരവമായി പരിഗണിക്കുന്നുണ്ട്. ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം പിടിച്ചെടുക്കാൻ നേരിട്ടുള്ള സൈനിക നടപടി ആവശ്യമായി വരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു.